ഹായ്, വെൽക്കം ടു ഷിക്കൻസ് ലീഗ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ നൈറ്റ് വ്ളോഗാണ്. നമുക്ക് മെമ്പേഴ്സ് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ആർക്കാരും ഞാൻ കാണിക്കാം. ഡാ ഓഫ് കോഴ്സ് നമ്മുടെ സ്നേഹിയുണ്ട്. നമ്മുടെ പുതിയ മെമ്പേഴ്സ്. ഓക്കെ നിന്നാ ഷിനു ഹായ്. ഡാ നമ്മുടെ വിശാഖ്, വിവേക്കുട്ടൻ. അത് അയ്യോ എന്റെ വിവേക് എനിക്ക് വേണ്ടി ഒരു സാധനം കൊടുക്കുന്നുണ്ടല്ലേ? എനിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. പിസ്താഷ്യൂ ഉണ്ട്. കുനാഫല്ല പറ, പേര് പറയട്ടാ. അറിയില്ലേ? അറിയാം, പേരൊന്നറിയില്ല. പക്ഷെ എനിക്ക് ഇന്നലെ കാണിച്ചു നിന്നു, ഞാൻ വാങ്ങിച്ചിട്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതാണത്. അവിടെ വെള്ളം കുടിക്കുന്നുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന് പറഞ്ഞ ഹായ് പറഞ്ഞു. ഹരിനോട് വരാൻ പറ. ഓക്കെ, നമ്മള് ഇപ്പൊ ഇവിടെ ഇരിക്കുകയാണ്. പക്ഷെ ഇവിടെ ഇപ്പൊ രണ്ടുപേരില്ല. ആക്ച്വലി അഭിഷേകും ഇല്ല, ഹരിയും ഇല്ല. അഭിഷേക് വരും പക്ഷെ ഹരി വരില്ല. ഹരിനെ മിസ് ചെയ്യണ്ട. ഹരി എന്നെക്കാൾ മിസ്സിങ് വേറെ ആൾക്കുണ്ട്. അത് വേറെ കാര്യം. എന്റേതാണ് പറഞ്ഞത്. കുട്ടിക്ക് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് കുട്ടിക്ക് മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ആരില്ലാത്തതുകൊണ്ട് നമുക്ക് മിസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളെല്ലാവരും ഉണ്ട്. പിന്നെ നിജിത് ബ്രോ വന്നിട്ടില്ല അല്ലേ? നിജിത് ബ്രോ വന്നിട്ടില്ല. അപ്പോ അവിടെ പറയുന്നത് നമ്മളുടെ ഇന്നത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇനി എന്താണെന്നൊക്കെ ചോദിക്കാനുണ്ട്. എന്താണ് ഞാൻ പോകുന്നതിൽ എന്താണ് ഇവർക്ക് ഫീൽ ചെയ്യുന്നത്, മിസ് ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാൻ എനിക്ക് ഇതുപോലെ ഫ്രെയിം ചെയ്യാം, അത്ര ഇഷ്ടമുള്ളൂ. പബ്ലിക്കായിട്ട് ഇത് ഞങ്ങളുടെ എനിക്ക് മൈക്ക് തരുമോ? പറ. ഞങ്ങളുടെ ബ്രഞ്ച് ബ്ലോഗ് ഇവിടെ അവിടെ കഴിഞ്ഞു. ഇതിപ്പോ ഈവനിങ് ബ്ലോഗ് സ്റ്റാർട്ട് ആയിരിക്കണം. സോ ഷിൻ ഇവിടെ ഉണ്ട്, വിരുന്നിനാണ്. ന്യൂലി ബ്രൈഡ് ആദ്യം ഞാനായിരുന്നു. ഇതൊക്കെ പോയി, ഷൈനൊക്കെ പോയി. സൂൺ ടു ബി ബ്രൈഡ് ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് സൂൺ ടു ബി ബ്രൈഡ് ഇവിടെ ഉണ്ട്. ഇവിടെ എക്സ് ബ്രൈഡ് ഉണ്ട്. ലൈക്ക് ബ്രൈഡ് ഇത് റീസെന്റ് ബ്രൈഡ്, ഇത് ന്യൂലി ബ്രൈഡ് ഇവിടെ ഉണ്ട്. ഗ്രൂം അവിടെ പുറത്താണ്, നാണം ആയിട്ട് പുറത്തിരിക്കുക. വളർത്തുന്നൊക്കെ പറഞ്ഞു പണയാൻ അല്ലേ? അവള് പല്ലേറെ കഴിഞ്ഞു. പക്ഷെ കല്യാണത്തിന്റെ അന്ന് ഭയങ്കര പരാതിയായിരുന്നു. കല്യാണത്തിന് ഞാനില്ല എന്താ കല്യാണത്തിന് നാണില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ വ്ലോഗ് എടുത്തപ്പോ ഒരു വ്ലോഗും വേണ്ട, ഒരു തേങ്ങയും വേണ്ട അല്ലേ ശരി? എന്താ അവര് പറയും, അവര് ഇത്രയും സംസാരിക്കാൻ. അയ്യോ എന്റെ വിരുന്നിന് വന്നപ്പോ ഉണ്ട് ഇല്ല, ഹരി വന്നിട്ടുണ്ടായിരുന്നു. ഹരിക്ക് പക്ഷെ വേണ്ടാത്തോണ്ട് ഹരിക്ക് കാണുമായിരുന്നു. ഹരിന് ഞാൻ വധിച്ചു. അതുകൊണ്ട് അതും കൂടി ആയിക്കഴിഞ്ഞാൽ അത് ഉണ്ടാവില്ല വെച്ചിട്ട് കല്യാണി അത്യാവശ്യം കല്യാണത്തിന് ഇരുന്നില്ലായിരുന്നു. കല്യാണത്തിന് ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ടൊക്കെ ചോദിച്ചപ്പോ ഞങ്ങൾക്ക് കണ്ടായിട്ടിരുന്നു അവിടെ. പറഞ്ഞ ഭയങ്കര എന്നാണ് കോഴിക്കോട് പോയി അല്ല അതാണോ? അപ്പൊ ഇപ്പല്ലേ പറഞ്ഞു എന്ത് ഖത്തറിലെത്തട്ടെ വെഡിങ് ഗിഫ്റ്റ്. എന്താ വെഡിങ് ഗിഫ്റ്റ് അവിടെ വിശാലി ഫ്രണ്ട്സുമായിട്ട് ഫ്രണ്ട്സ് ഗിഫ്റ്റ് ഒന്നും ഞാൻ ഗിഫ്റ്റ് തരണം. അല്ല എന്റെ ഫ്രണ്ട് ഗിഫ്റ്റ് അവിടെ ഖത്തറിൽ പോയിട്ട് 1000 മാസം ടിക്കറ്റ് എടുത്ത് തന്നോണ്ട് ബാലിക്കുള്ളത്. ബാലിക്കുള്ളത് എനിക്ക് വേണം പേര്. എന്റെ കുട്ടിയുണ്ട്
ലിസ്റ്റ് നീ ഇല്ല നീ മാത്രം എന്നെ മോനെയോ ഓ പാവടാ. നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വെറുതെ ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടായി നമുക്ക് രണ്ട് എന്താ കല്യാണം കഴിഞ്ഞ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യും. യെസ്, ഇപ്പോൾ നമ്മളുടെ നിജിത്ത് ബ്രോ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷിനു അവിടെ ഇരിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെ ഐസ്ക്രീം ലവറാണ്. അവളുടെ ഒരു ഐസ്ക്രീം. ഐ ഹേറ്റ് ഐസ്ക്രീം. ഈ സ്നേഹയ്ക്ക് എനിക്കും ഇഷ്ടമല്ല. സ്നേഹ കോളിംഗ് ഫിയോൻസെ. നമ്മളുടെ നിജത്ത് ജിജു. ഹരി ജിജുന്ന് വിളിക്ക്. ഞാൻ വിളിച്ചു കണ്ടില്ല. ഹരി ജിജു ഭയങ്കര ബിസിയാണ്. ഷിനു ഏട്ടത്തി ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. ഷിനു ഏട്ടത്തി ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. അല്ലേ ഷിന ഏട്ടത്തി? ഏട്ടത്തി വീഡിയോയിലും ബഹുമാനം. യാ നിജിത്ത് ബ്രോ വെച്ച് കഴിഞ്ഞോ? നിജിത്ത് ജിജു. യാ ഇതിവിടെ ഒരു ഐസ്ക്രീം പ്രാന്തി. ഇപ്പൊ നമ്മൾ യെസ് എന്തൊക്കെ ഇടണം, നമ്മൾ എന്തൊക്കെ ഇടാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി കുറച്ച് ഡാൻസ് ഒക്കെ ചെയ്യാനുണ്ട്. ഡാൻസ് ഒക്കെ ചെയ്യാനുണ്ട്. ഓക്കെ, നമ്മളിവിടെ ഇപ്പോ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പേജിൽ അവിടെ പാട്ട് പാടിക്കുന്നുണ്ട്. സ്നേഹം ദിസ് ഇസ് വ്ലോഗ്. സ്നേഹ our vlog. Can you be my Sita? I will be Ravana because I don't ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേ ആയി. നെക്സ്റ്റ് ഡേ നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പരിപാടി ഇൻ ദ സെൻസ് വീഡിയോസ്, ഫോട്ടോസ് ആസ് യൂഷ്വൽ നമ്മുടെ വ്ളോഗ് അത് തന്നെ. ഇവിടെ ഇപ്പോൾ രണ്ടുപേരും കൂടി ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചുതരാം. ദാ ഇവിടെ സ്നേഹിയും സെൽവിയും കൂടെ കണ്ടോ, ഇവിടെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. യാ ഫുൾ മെസ്സാണ് ആക്ച്വലി. Okay, my hair is hairing, makeup is makeuping, everything is everything actually. അവിടെ ഒരാള് ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരാള് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആക്ച്വലി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആക്ച്വലി നമ്മളെല്ലാ വീഡിയോസും നമുക്ക് വേണ്ട രീതിയിലുള്ള റീൽസ്, പിക്ചേഴ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞല്ലേ കുട്ടികളെ? എല്ലായിടത്തും. യെസ്, ഇനി നമ്മൾ കുറച്ച് സംസാരിക്കാം എന്ന് വിചാരിച്ചു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇവരോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ചോദിക്കാനൊക്കെ വേണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, യു റെഡി? യു ഗൈസ് റെഡി? We are ready. ഓക്കെ, ദേ ആർ റെഡി. അപ്പോൾ എനിക്ക് ചോദിക്കാൻ കാര്യം എന്താ വെച്ചാൽ, ആക്ച്വലി ഇപ്പം എന്താണ് സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാലോ. ഞാൻ മൂവിയാണ് അല്ലേ? She's moving to another country. അനദർ കൺട്രി. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഇവർക്ക് ഫീൽ ചെയ്യുന്നത് എനിക്ക് അറിയാനൊരു ഒരു ആഗ്രഹം, ഒരു ത്വര. നമുക്ക് ചോദിക്കാം. ഫസ്റ്റ് നമുക്ക് സ്നേഹത്തോടെ ചോദിക്കാം. സ്നേഹ, എന്താണ് സ്നേഹയ്ക്ക് തോന്നുന്നത് ഞാൻ മൂവ് ചെയ്യുന്നത്? വെയിറ്റ്, പോയി തരൂ, ഒന്ന് പോയി തരൂ. അതെ, അല്ല ജോക്സ് അപ്പാർട്ട്, നല്ല സങ്കടമുണ്ട് റിയാലിറ്റിയിൽ പറയുകയാണെങ്കിൽ. പക്ഷെ ഞങ്ങൾക്കറിയില്ല, you won't see me crying in front of people, but എൻ്റെ ലൈഫിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടൈമില് ഞാൻ കൂടുതൽ മിസ് ചെയ്യും. എനിക്ക് അങ്ങനെ കുറെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല. അപ്പൊ കാണുന്നുണ്ടല്ലോ, അപ്പൊ ഞാനും കുറെ ഇമ്പോർട്ടൻറ്റ് ഫ്രണ്ട്സ്, ഇങ്ങനെ കുറെ ബഞ്ച് ഓഫ് പീപ്പിൾസ് ഇല്ല. ബട്ട് ഉണ്ട്, ഇല്ലെന്നല്ല. നമ്മൾ 3 പേരും കൂടുമ്പോഴല്ലേ അതിന്റെ ഒരു ഇമ്പം.
എന്താണ് കൊടുമ്പഴല്ലേ എന്തോ അത്. കുടുംബം whatever. Whatever. So So, I will miss you ഞാൻ പറയില്ല but miss you. പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ സ്നേഹയുടെ കഥ കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റുള്ളവരോട് ചോദിക്കാം. പറയൂ കുട്ടി, കുട്ടിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? യെസ്, പോയറ്റിക് ആയി പറഞ്ഞോളൂ കുട്ടി. പറയൂ. I'm happy for her. First of all, I'm happy വളരെ ഹാപ്പിയാണ് because she's finally spreading her wings and she's reaching her achieving her goals, and so I'm happy for that. But ഞങ്ങളിപ്പോൾ ഇവിടെ ഉണ്ടെങ്കിലും നാട്ടിലുണ്ടെങ്കിലും ഞങ്ങൾ ഡെയിലി ഓക്കെ കുട്ടി, അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യൂ എന്താണ്, what do you feel about me shifting another country to another country? I'm happy for you, first of all. I'm happy ആണ്. She's finally അവളുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാനിത് ഹാപ്പിയാണ്. ഇപ്പം ഞങ്ങൾ നാട്ടിലുണ്ടെങ്കിലും ഞങ്ങൾ മീറ്റ് ചെയ്തിരുന്നത് ഇയർലി ട്വൈസോ അങ്ങനെയൊക്കെ ആയിരുന്നു, ലൈക്ക് എൻ്റെ വെഡ്ഡിങ്ങിന് മുമ്പ് കേട്ടോ. പിന്നെ ഇപ്പം ഈ ഇടയ്ക്ക് ആയിട്ടാണ് ഇങ്ങനെ വെഡ്ഡിങ്ങും ഇവളെ കസിൻ്റെ വെഡ്ഡിങ് ആയിട്ടും എൻ്റെ വെഡ്ഡിങ് ആയിട്ടും ഇങ്ങനെ മീറ്റ് ചെയ്തിരുന്നത്. അതിനു മുമ്പ് അങ്ങനെ മീറ്റ് ചെയ്തിരുന്നില്ല. പക്ഷെ മീറ്റ് ചെയ്തില്ലെങ്കിലും നമുക്ക് ഒരു ഫീൽ ഉണ്ടാവും, ഓക്കെ ഇവിടെ ഉണ്ട്, നാട്ടിലാണ്, ഇവിടെ അടുത്താണ്, എനിക്ക് എന്തെങ്കിലും ആവശ്യം പെട്ടെന്ന് പോയി കാണാം, കുഴപ്പമില്ല, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് കാണണം അല്ലെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് കൂടണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഖത്തറിലാണ്, പോയി കാണാൻ പറ്റില്ല. പറ്റും പക്ഷെ അങ്ങനെ അത്ര ഈസി അല്ല. സോ അതിനൊരു വിഷമമുണ്ട്, ലൈക്ക് കൊവാണ് ഇവിടുന്ന് നീ വരും, ഇയർലി അവൾ വരും. പക്ഷെ ഒരു വർഷം കഴിഞ്ഞ് വരുമ്പോൾ നമ്മളിപ്പോ ഞാനിവിടെ ഉണ്ടാവോ അതും അറിയില്ല, ഇവളിവിടെ ഉണ്ടാവോ അതും അറിയില്ല, ഇവിടെ വരുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ ഉണ്ടാവണം അതും അറിയില്ല. സോ അങ്ങനത്തെ ഒക്കെ ഒരു ഇത് ഇപ്പൊ ഞങ്ങൾ 3 പേർക്കും ഞങ്ങൾക്കിപ്പോ നാളെ കാണാട്ടോ, നമുക്ക് നാളെ എല്ലാവർക്കും കൂടി ഇവിടെ പോവാം പറ്റും, ലൈക്ക് അടുത്തടുത്താണ്, ഒരു ബസ് കയറി വരാവുന്നേ ഉള്ളൂ. പക്ഷെ ഇനിയിപ്പോ ഇവള് 8-ാം തീയതി നാളെ ഖത്തറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മീറ്റ് ചെയ്താലോ, മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനൊക്കെ ചെയ്യാം എന്ന് അറിയാതെ വരലുണ്ട്. അത് പറ്റില്ല. ഇനി 1 ഇയർ കഴിഞ്ഞ് ഇവള് വരും, ശരിയാണ് ഇവള് വരും. പക്ഷെ നമ്മളിപ്പോൾ ആ ലൈഫിൽ ഏത് സ്റ്റേജിലായിരിക്കും നമ്മൾ മാക്സിമം ശ്രമിക്കും മീറ്റ് ചെയ്യാൻ. ഇതിനൊക്കെ നമ്മൾ എത്ര ബിസി ലൈഫാണെങ്കിലും, ഞാൻ എത്ര ബിസി ആണെങ്കിലും, ഇവിടെ എത്ര ബിസി ആണെങ്കിലും, ഇവിടെ എത്ര ബിസി ആണെങ്കിലും ഞങ്ങൾ ഇയർലി എന്തെങ്കിലും ഇങ്ങനെയൊക്കെ കൂടും. ഞങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കൂടും, സംസാരിക്കും, ഞങ്ങൾ മൊമെന്റ്സ് ക്യാപ്ചർ ചെയ്യും. ഞങ്ങൾക്ക് ഇഷ്ടം അതൊക്കെ, ഞങ്ങൾ 3 പേർക്കും ഇഷ്ടമാണ്. ഇവർക്ക് ഒന്നും വലിയ താല്പര്യമില്ലെങ്കിൽ പക്ഷെ കൂടും. എനിക്ക് വെഡിങ്ങിന് മുമ്പായാലും ഞാൻ പറ്റുന്നോടത്തോളം ലൈക്ക് ഇങ്ങനെ ഇപ്പോൾ എന്തെങ്കിലും കുറെ കാര്യങ്ങൾ പറയണമെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ എത്തലുണ്ടായിരുന്നു ഇവിടെ. ഇപ്പോഴും എനിക്ക് അത് എത്താൻ പറ്റാതെന്നല്ല, പക്ഷെ ഇപ്പോൾ ഞാൻ വിചാരിച്ച നടക്കില്ലല്ലോ, ഖത്തറിലല്ലേ. ഇനിയിപ്പോൾ ഇവള് വരുന്ന സമയത്ത് എന്താ അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ. ഇപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല, ലൈഫിൽ എപ്പോഴാണ് പെട്ടെന്ന് ചേഞ്ച്. ഇപ്പോൾ ഇത് വിചാരിച്ചോ? ഒരിക്കലും വിചാരിച്ചില്ല. ഞങ്ങൾ ലൈക്ക് ഒരു 2 വീക്സ് അല്ല 3 വീക്സ് മുമ്പ് വരെ ഇങ്ങനെ സ്നേഹയുടെ കല്യാണത്തിന് ഞങ്ങൾ വിചാരിച്ചിരുന്നു ഡാൻസ് ചെയ്യണം, വ്ലോഗ് ചെയ്യണം, എല്ലാം ക്യാപ്ചർ ചെയ്യണം, അങ്ങനെയൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നു ഇതൊക്കെ ചെയ്യണം. അതിപ്പോൾ നേരെ ആ കോൺവെർസേഷൻ നേരെ ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ അവള് പറയുന്നത് വീഡിയോ കോൾ ചെയ്ത് എനിക്കൊക്കെ കാണിച്ചു തരാം. ആ ഒരു ചേഞ്ച് വന്നത് വെറും ഒരു ലൈക്ക് ഇങ്ങനെ ഒരു സെക്കൻഡിലാണ് വന്നത്. അപ്പോൾ അതേപോലെ ലൈഫ് ചേഞ്ച് ആവും. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം അടുത്ത വർഷം ഇവിടെ വരുമ്പോൾ നമ്മൾ കാണാമെന്നൊക്കെ പറയും, പക്ഷേ ലൈഫാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ ഓഫ്കോഴ്സ് നമ്മൾ കോണ്ടാക്ട് ഉണ്ടാവും, അതുണ്ട്. പക്ഷെ എത്രയായാലും അടുത്ത് നമ്മുടെ കയ്യെത്താൻ മീൻസ് അതിനെ ഉദ്ദേശിച്ച് ഐറണിക്കലി നമ്മുടെ കയ്യെത്താൻ ദൂരത്ത് ഉണ്ടെന്ന് വരുമ്പോൾ ഒരു ഇതല്ലേ. ഇപ്പം ഇമോഷണൽ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. മേ ബി ഇവിടെ പോണത് കാണുമ്പോൾ എനിക്ക് അത് ഹിറ്റാവും. ഇപ്പോഴും എൻ്റെ മൈൻഡിൽ ഞാൻ മറന്നിരിക്കുന്നു. ഇപ്പം നിങ്ങൾ വീഡിയോ എടുക്കുമ്പോഴൊന്നും എനിക്ക് ഓർമ്മയില്ല ഇവിടെ പോവുകയാണ്, അങ്ങനെ ഒരു മൈൻഡൊന്നും എനിക്ക് ഇപ്പോഴും ഇല്ല. ഇപ്പോഴും എന്താ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ഞങ്ങൾ വന്നു, അതുപോലെ വീഡിയോ എടുക്കണു ആ ഒരു ഫീലാ. ലൈക്ക് അങ്ങനെ പോവുകയാണ്, അങ്ങനെ ഒരു ഫീലില്ല. എപ്പോൾ വരും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, അത് എപ്പോൾ വരും എന്ന് എനിക്ക് അറിയുന്നില്ല. ഇപ്പം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബ്ലാങ്കാണ്. ഇവിടെ ഖത്തർ പോണ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല എന്താ എനിക്ക് ഫീൽ ആവണം. ഹാപ്പിയാണ്, ഐ ആം ഹാപ്പി ഫോർ ഹെർ, ജെന്യുവൻലി ഞാൻ ഹാപ്പിയാണ്. ബട്ട് ഒരു എംപ്റ്റിനെസ് ഉണ്ട്. അതിപ്പോൾ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്രയും ഉണ്ടാവുമല്ലോ. പിന്നെ ഞങ്ങൾ ഇമോഷണൽ ആവാത്ത എന്താ വെച്ചാൽ ഞങ്ങൾ ഇമോഷണൽ, അവളെ ഇമോഷണൽ ഞങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല. നമ്മൾക്ക് അറിയാൻ വേണ്ടിയിട്ടല്ലല്ലോ 2 ദിവസം മീൻസ് ഞങ്ങൾ സ്പെൻഡ് ചെയ്യാൻ വിചാരിച്ചു, ഞങ്ങൾ പോകുമ്പോൾ സ്പെൻഡ് ചെയ്യാൻ വിചാരിച്ചു. സോ അറിയാൻ വേണ്ടിയിട്ടല്ലല്ലോ. അപ്പം ഞാൻ മാക്സിമം
ഷെയർ ചെയ്യുക അതെങ്ങനെ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓർക്കുകയില്ലേ മനസ്സിലാ. അപ്പൊ ഈ ദിവസമൊക്കെ നമ്മൾ കരഞ്ഞു കഴിഞ്ഞാൽ ഇവൾക്ക് അവിടെ എത്തിയാലും ആ ഒരു ഫേസസ് ഓർമ്മ ഉണ്ടാവും. ഞാൻ എന്റെ സ്നേഹയുടെ കരഞ്ഞ ഫേസസ് അതെനിക്ക് താല്പര്യമില്ല. എനിക്ക് ഇവള് ഞങ്ങളെ കാണുമ്പോൾ മീൻസ് ഇവള് പോയി കാണുമ്പോൾ എനിക്ക് ഹാപ്പി ഫേസസ് കാണുന്നതാണ്. സോ നമ്മൾ ഒരു പറയിച്ചിട്ടുണ്ടല്ലോ, നമ്മളിപ്പോ എത്ര കണ്ടാലും നമ്മൾ അവസാനം കണ്ട ആ ഒരു ഫേസ് നമുക്ക് പെട്ടെന്ന് പിക്ചർ ചെയ്യുമ്പോൾ വരിക, അങ്ങനെ വരിക. അപ്പൊ നമ്മളിങ്ങനെ കരഞ്ഞ ഫേസുകൾ കാണുമ്പോൾ ഇവള് അവിടെ ചെന്ന് അവളെ എന്താ ഓഫ്കോഴ്സ് അവൾക്ക് ഹോം സിക്നെസ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, അതൊക്കെ നോർമലാണ്. സോ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളിങ്ങനെ കരഞ്ഞ് സാഡായി ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫേസിനേക്കാളും എനിക്ക് മെമ്മറി എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുക എനിക്ക് ഇഷ്ടം ലൈക്ക് ഒരു ചിയർഫുൾ ഹാപ്പി നമ്മൾ സ്പെൻഡ് ചെയ്ത ആ ഒരു ഡേ അതാണ്. സോ അതിനെ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. സോ ഇന്നെ കരയിക്കാൻ കുറെ പേര് നോക്കുന്നുണ്ട്. ഓ ഇനി സ്നേഹണ്ടാവില്ല അപ്പൊ ചിന്നു അതാണ് ചിന്നി ഇതാണെന്ന് പറഞ്ഞ ഞാൻ ഇതേപോലെ വിചാരിച്ചൊരു കാര്യം. എന്റെ കല്യാണത്തിന് എനിക്ക് നിർബന്ധമായിരുന്നു ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ കരയില്ല. കാരണം എനിക്കങ്ങനെ താല്പര്യമില്ല. കരയുന്നവരൊക്കെ അത് ഇതല്ല. പക്ഷെ എനിക്ക് എന്തോ കരഞ്ഞ് എനിക്ക് വേറെ ആ വീട്ടിൽ പോകണം എനിക്ക് ഇഷ്ടമായിരുന്നു. അവരെ പിടിച്ചു നിന്നു. പക്ഷെ പിടിച്ചു നിൽക്കാത്തൊരു മൊമെന്റ് ഉണ്ട്. അവസാനത്തിൽ എന്റേത് പോവും. അവസാനം ആ ഒരു പരിപാടി കഴിഞ്ഞ അവസാനം ഒരു കുറച്ച് സമയം ഉണ്ടല്ലോ അപ്പൊ എനിക്ക് പിടിച്ചേക്കാവില്ല. അതേപോലെ ഇനിയിപ്പോ നാളെ ഇതുവരെ എനിക്ക് പിടിച്ചേക്കാവില്ല. അവസാനം ഒരു ബോഡി ചെയ്യുന്ന സമയത്ത് എനിക്ക് അറിയില്ല അവസാനം എന്താവും അറിയില്ല. പക്ഷെ മാക്സിമം ശ്രമിക്കും കരയാതിരിക്കാൻ. കാരണം എനിക്ക് ആ ഫേസ് ഇപ്പൊ ഇവളിന്റെ കരഞ്ഞ ഫേസ് ഞങ്ങൾ കരഞ്ഞ ഫേസുകൾ അവസാനം ലൈക്ക് 1 ഇയറിന് അത് ഓർത്ത് കഴിഞ്ഞാൽ എനിക്കൊരു താല്പര്യമില്ല. ഞാൻ മാക്സിമം അങ്ങനെ ആക്ച്വലി ഇല്ല. കാരണം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോസ് എടുത്തു. അപ്പൊ പിന്നെ എനിക്ക് ഫസ്റ്റ് അത് ഓർമ്മ വരും. എന്താണ് ഇവരിങ്ങനെ വീഡിയോയിലൊക്കെ അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ലൈക്ക് ഓരോ ലൈക്ക് every reel and every video has very precious to us. സ്റ്റോറി ഉണ്ട്. Like there is a story and there is a funny story behind every reel. കാരണം നമ്മൾ പിന്നീട് അത് നോക്കുന്ന സമയത്ത് നമ്മൾ ഓക്കെ ഈ ടൈമിൽ നമ്മൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അത് ആ സമയത്ത് പിന്നെ നമ്മൾ അതിന്റെ അപ്പുറത്ത് ഇപ്പുറത്തുള്ള കാര്യം വരെ നമ്മൾ ആലോചിക്കുന്നതാണ്. നേരം പക്ഷെ നമുക്ക് വീഡിയോസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അത് ആലോചിക്കില്ല. എത്രയും അത് മെമ്മറി കട്ടായി. ഇപ്പൊ നമ്മള് ഇങ്ങനെ ഇപ്പൊ ഇൻസ്റ്റ ലൈക്ക് ജേർണൽ എന്ന് പറയുന്നുണ്ട്. ലൈക്ക് അങ്ങനെ സത്യമാണ് ആക്ച്വലി. കാരണം അത് ഞങ്ങൾ വീഡിയോസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് തന്നെ മനസ്സിലായത്. അപ്പോ പിക്ചറിൽ ഞാൻ എനിക്ക് തോന്നിയാണ് നമ്മളിപ്പോ ഒരു ഫോട്ടോ റീൽ നോക്കുമ്പോ എനിക്ക് ആദ്യം പോവാ റീലല്ല ഞാൻ നോക്കുക. ഈ സമയത്ത് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. അത് ഞങ്ങൾക്ക് എപ്പോഴാണ് ഏറ്റവും കൂടുതൽ മനസ്സിലായെന്നുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ കല്യാണത്തിന്റെ സമയത്താണ്. നമ്മൾ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ആ കല്യാണ വ്ളോഗ് ഇരുന്ന് കാണും. അപ്പൊ നമ്മൾ ആലോചിക്കും ഓക്കെ നമ്മൾ ഇങ്ങനെ ചെയ്തല്ലോ, നമ്മൾ പ്ലാൻ ചെയ്തപ്പോഴൊക്കെ നടന്നു. അത് ബ്രൈഡൽ ഷോ ഒക്കെ അവൾക്ക് വേണ്ട രീതിയിലൊക്കെ നടന്നു. നമ്മൾ ആലോചിക്കും. ഇപ്പൊ പിക്ചേഴ്സ് നമുക്ക് ഓഫ്കോഴ്സ് ഉണ്ടെങ്കിൽ പോലും വീഡിയോസിൽ നമ്മൾ ആ സമയത്ത് ചെയ്ത് നമ്മളുടെ കെയോസും ഒക്കെ രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഞങ്ങൾക്ക് തന്നെ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായത് വീഡിയോ എടുത്ത് വെക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ നിർബന്ധമായിരുന്നു അല്ലേ ഒരുപാട് വീഡിയോസ് എന്തായാലും നമ്മൾ അത്രയും ടയേർഡായി. ലൈക്ക് ആഫ്റ്റർ 3 o'clock ഞങ്ങൾ എന്നിട്ട് അവിടെ കുറച്ചേരം റെസ്റ്റ് എടുത്തു. നിർബന്ധമായിരുന്നു വീഡിയോ ഫുൾ. ഞങ്ങൾ കുറച്ച് വീഡിയോസ് പ്ലാൻ ചെയ്ത് വെച്ചു. അത് എടുത്തിട്ടേ പോകുള്ളൂ നിർബന്ധമായിരുന്നു. അത് ഫുൾ എടുത്തു. ആക്ച്വലി രാത്രി നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ എടുത്തു. മോർണിംഗ് എടുത്തു. അതെ ഇനിയിപ്പോ ഇല്ല, ഇത്ര തന്നെ ഉള്ളൂ. കാരണം നമ്മൾ വിചാരിച്ചാൽ അപ്പുറം എടുത്തു കേട്ടോ. എപ്പോഴും നമ്മൾ വിചാരിക്കുന്നതിന്റെ പകുതി എടുക്കാറുള്ളൂ. എല്ലാ സമയത്തും അങ്ങനെ എടുക്കാറുള്ളൂ. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ വിചാരിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് പിക്സ് എടുക്കലുണ്ടായിരുന്നു. അതെ പിക്ചർ ഇപ്പൊ കുറെ സിംഗിൾ പിക്ക് ആയിക്കോട്ടെ ഗ്രൂപ്പ് പിക്സ് ആയിക്കോട്ടെ ഫണ്ണി ആയിക്കോട്ടെ എല്ലാം കിട്ടി. സോ ഇനി എടുക്കാൻ ഇതൊക്കെ എന്നിട്ട് തീരും. ലൈക്ക് 2 മാസം ഒക്കെ ഉണ്ടാവും. നമുക്കറിയില്ല അത്ര ഉണ്ടാവും ആക്ച്വലി. അതാണ്. അപ്പൊ പിന്നെ ഇനിയിപ്പോ എന്തായാലും ഇവിടെ ചേച്ചിയൊക്കെ വരുന്നുണ്ട്. സോ ഇനിയൊന്നും ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യണം. ഫോൺ ഒന്നൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട്. അതെ അപ്പൊ ഇതാണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പൊ അങ്ങനെ പറയാനില്ല. അതെ ഒന്നും പറയില്ലേ. നാളെ നമ്മൾ എയർപോർട്ടിൽ പോകുമ്പോൾ വരുന്നുണ്ട്. അപ്പോഴും നമ്മൾ വ്ളോഗ് എടുക്കുന്നുണ്ട് ആക്ച്വലി. ആ സമയത്ത് നമുക്ക് നോക്കാം എന്തായിരിക്കും ഏതായിരിക്കും എന്നൊക്കെ ഉള്ളത്. പിന്നെ പറയാനുള്ളത് എനിക്കുള്ളൂ അവിടെ ചെന്നിട്ട് വ്ളോഗ് എടുക്കുക മാക്സിമം പറ്റുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു 3 വ്ളോഗ് എങ്കിലും. അതല്ല സ്റ്റോപ്പ് മീൻസ് ഞങ്ങൾക്ക് അവളുടെ വ്ളോഗിലൂടെ ഞങ്ങൾക്ക് അവളെ കാണാം. എന്തായാലും സ്റ്റോപ്പ് ചെയ്യില്ല. കാരണം വേറെ കൺട്രി ആണ്. ഇവള് അപ്ഡേറ്റ്സ് തരും. പക്ഷെ അതുപോലെയല്ലോ നമ്മളിങ്ങനെ ഒരു വിഷ്വൽ അത് എക്സ്പീരിയൻസ് വേറെയാണ്. സോ ഇവിടെ ഒരാഴ്ചയിൽ 3 വ്ളോഗ് എങ്കിലും ഇടുക. ഞാൻ എന്തായാലും ട്രൈ ചെയ്യും. എന്തായാലും നിർത്തുന്നില്ല. ഓഫ്കോഴ്സ് അത് നമുക്കറിയാലോ. അവിടെ ചെന്നാലും നമ്മളിത് കണ്ടിന്യൂ ചെയ്യും. ഓഫ്കോഴ്സ് എന്റെ മെയിൻ കോണ്ടന്റ് ഞാൻ ഇട്ടിട്ട് ആക്ച്വലി 1 month ആയിട്ടുണ്ടാവും എന്റെ മെയിൻ കോണ്ടന്റ് ഇട്ടിട്ട്. കാരണം കല്യാണം ഓണം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അത് പോയി ഇട്ടില്ല. സമയം ഉണ്ടായിരുന്നില്ല. അതിനെ പറ്റിയൊരു ഇതും ഉണ്ടായിരുന്നില്ല. പിന്നെ വേഗം പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഓരോരോ കാര്യങ്ങൾ സംഭവിച്ചു. അതിന്റെ പിന്നാലെ നടക്കാനായി. അതുകൊണ്ട് 1 മാസമായിട്ടുണ്ട് ആക്ച്വലി ഞാൻ എന്റെ മെയിൻ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ട്. അതൊക്കെ ഇനി നമ്മൾ അവിടുന്ന് റീസ്റ്റാർട്ട് ചെയ്യും. Okay.
എല്ലാം വേസ്റ്റ് ആക്കുക, എല്ലാം ഫോളോ ചെയ്യുക, പാഷൻ ഫോളോ ചെയ്യാതെ എല്ലാം ഇതാക്കുക. അവിടെ ചെന്നിട്ട് ലൈക്ക് എല്ലാം ക്യാപ്ചർ ചെയ്യുക. സോ ഞങ്ങൾക്ക് യൂട്യൂബിലൂടെ കാണാൻ പറ്റും എല്ലാം അവിടെ അപ്ഡേറ്റ് ചെയ്യും. പക്ഷെ സ്റ്റിൽ അതുപോലെ ഞാൻ പ്രോമിസ് ചെയ്തിരിക്കുന്നു, സ്നേഹയുടെ വെഡിങ് ഇവിടെ ഇല്ലാന്ന് വിചാരിച്ചിട്ട് വിർച്വലി ഞാൻ വിർച്വലി ഞാൻ വെഡിങ് കാണും, ബ്രൈഡൽ ഷോ. ഇവിടെ പറഞ്ഞിരുന്നു ബ്രൈഡൽ ഷോ വേണ്ട ആദ്യമില്ലല്ലോ. സോ അപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ ആക്ച്വലി. ജെമിനൊക്കെ ഉണ്ട് കട്ട് ചെയ്ത് അതെ, എന്നെ കട്ട് ചെയ്ത് വെക്കാൻ പറ്റും, അതിന്റെ ആവശ്യമില്ല. കുട്ടി ഇമോഷണലി അങ്ങനെ പറഞ്ഞു പോയതാണ് ആക്ച്വലി. കുഴപ്പമില്ല, അത് പക്ഷെ നമുക്ക് നടത്തണം, എന്തായാലും നടത്തണം. അപ്പൊ അത്രയല്ലേ ഉള്ളൂ, ഇനിയൊന്നുമില്ലല്ലോ. അപ്പൊ ശരി, അപ്പൊ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. ആൻഡ് നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുത്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ. കഴിഞ്ഞോ? ഓക്കെ, ഇത് ശരി. ബൈ.